പോറ്റിയെ കയറ്റിയത് ആരപ്പാ. ഇപ്പോൾ ഈ കണ്ട ചിത്രം നിങ്ങൾ മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞാടുന്നതാണ്. പലരും പലവിധ വിവാദങ്ങൾക്കും തിരികൊളുത്തിയ ഒരു പടമാണ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇവിടെ നമ്മുടെ ശബരിമല വിവാദ നായകൻ സ്വർണം കട്ടുകൊണ്ടുപോയി എന്ന് പറയുന്ന വിവാദ നായകനും എന്തോ സ്വകാര്യം പറയുന്ന പോലെയുള്ള ഈ ഫോട്ടോ പ്രചരിക്കുന്നു. ഈ സ്വർണ്ണക്കള്ളക്കടത്തില് ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പലരും പലവിധത്തിലുള്ള കമന്റുകളാണ്. എവിടെയാണ് അതിന്റെ താക്കോല്, എത്രയാണ് കടത്തിയത്, എവിടെയാണ് കൊടുക്കേണ്ടത്, ഇങ്ങനെ പലതരത്തിലുള്ള കമന്റുകളൊക്കെ അടിക്കുറിപ്പോടുകൂടി ഇത് സോഷ്യൽ മീഡിയയിൽ ഈ ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സോഷ്യൽ മീഡിയ വീഡിയോകൾക്ക് താഴെ വലിയ തോതിൽ പ്രചരിക്കുന്ന ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം കേരളീയ സമൂഹത്തിനോട് വെളിപ്പെടുത്തിയപ്പോഴാണ് ഇത് ഏത് സന്ദർഭത്തിലുണ്ടായതാന്ന് നമുക്ക് മനസ്സിലായത്. നമുക്കറിയാം, നമ്മൾ ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് തല്ലിക്കൊല്ലുക എന്നൊക്കെ നമ്മൾ പലതവണ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത് അതാണെന്നുള്ളത് വളരെ കൃത്യമാണ്. കാരണം ആ സംഭവത്തിന്റെ ഒരു ഫുൾ വീഡിയോ ഇന്ന് മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് കാണുവാനായിട്ട് നമ്മൾ ഇതിന്റെ വീഡിയോന്റെ ഒരു ഭാഗത്തിട്ടേക്കാം. അതിന്റെ പ്രധാന സംഭവ വികാസങ്ങൾ എന്താണ് അവിടെ നടന്നത്, ഒരു പൊതുപരിപാടിയിൽ എടുത്ത വീഡിയോന്റെ ഒരു കുറച്ചു ഭാഗങ്ങളെ എഡിറ്റ് ചെയ്ത് എങ്ങനെയാണ് ഒരു മനുഷ്യനെ അപഹസിക്കുക എന്നുള്ളതിന് ഇതിന് മാത്രം ഒരു ഉദാഹരണം വേറെയില്ല. പണ്ടൊക്കെ നമ്മൾ ഈ എന്താ പറയണ്ടേ, ലൈവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വീഡിയോ വന്നാൽ, ചിത്രം വന്നാലൊക്കെ വലിയ തെളിവാണെന്ന് പറഞ്ഞിരുന്ന ഈ ഒരു ആധുനിക കാലഘട്ടത്തില് എന്തൊന്ന് കണ്ണിന്റെ മുന്നിൽ കണ്ടാൽ പോലും വിശ്വസിക്കാൻ പ്രയാസമാണെന്നുള്ളതാണ്. അതേ സന്ദർഭത്തിലാണ് ഇതേ പോറ്റി തന്നെ ഈ സോണിയാഗാന്ധിയെ കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രങ്ങളും പ്രചരിക്കുന്നത്. ഇതിൽ സത്യമാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ലായിരുന്നു. പക്ഷെ ആ ചിത്രം എന്തായാലും സോണിയാഗാന്ധിയുടെ കൂടെ ഉള്ളത് തന്നെയാണെന്ന് അടൂർ പ്രകാശ് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അത് തെറ്റാകാൻ വഴിയില്ലല്ലോ. പക്ഷെ അത് ഏത് സന്ദർഭത്തിലാണ്, എന്തിനാണ് ഈ പോറ്റി ഈ സോണിയാഗാന്ധിയുടെ വസതിയിൽ പോയതോ അല്ലെങ്കിൽ അവരെ എവിടെയെങ്കിലും വെച്ച് സന്ദർശിക്കുകയോ എന്തോ ഒരു ചരട് പോലെയുള്ള ഒരു സാധനം കെട്ടിക്കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് എന്ന് അതിന് ഉത്തരം പറയേണ്ടത് കോൺഗ്രസ് തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കട്ടെ. SIT അതിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ കള്ളന്മാരിൽ എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ ആരൊക്കെ പെട്ടിട്ടുണ്ടോ, സഖാക്കളോ കോൺഗ്രസ്സുകാരോ ഇനി BJPക്കാരോ ഇനി ഏത് രാഷ്ട്രീയക്കാരുണ്ടെങ്കിലും അവരെയൊക്കെ കയ്യോടുകൂടെ തൂക്കി ഈ കൽത്തുറങ്കിൽ അടയ്ക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമേയില്ല. പക്ഷേ അനാവശ്യമായി ഒരു മനുഷ്യനെ, ഒരു നേതാവിനെ, ഇവരെയൊക്കെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പരനാറി അല്ലെങ്കിൽ വേണ്ടാത്ത വാക്കുകളൊക്കെ വിളിച്ച് അപഹസിക്കുക എന്നുള്ള ഒരു വൈകൃത സംസ്കാരം നമ്മുടെ നാട്ടിലെ ഈ മലയാളികള്, പ്രത്യേകിച്ചും ചില രാഷ്ട്രീയ അന്ധത ബാധിച്ചവര് കൊണ്ടു നടക്കുന്നു എന്നുള്ള വലിയ സങ്കടകരമായ ഒരവസ്ഥയുണ്ട്. എന്തായാലും അന്ന് നടന്ന സംഭവങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ഇത് നേർക്കാഴ്ച കണ്ടാൽ, ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കും ബോധ്യപ്പെടും. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഒക്കെ എന്തൊരു കോലാഹലമായിരുന്നു ഇവിടെ. അന്നും ഈ സ്വർണം തന്നെയായിരുന്നു, മറ്റ് 2 സ്ത്രീകളുമായി ബന്ധപ്പെട്ടായിരുന്നു. എന്നിട്ട് കുറെ കാലം ED, CBI തുടങ്ങിയ ഒരുപാട് കേന്ദ്ര അന്വേഷണക്കാരൊക്കെ കേരളത്തിൽ അങ്ങനെ പറന്നു നടന്നിട്ട് ഇന്നേ വരെ ഒരു ചുക്കും സംഭവിച്ചില്ല. ഈ പിണറായി വിജയനെയോ പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഇന്നേ വരെ ഒരു ദിവസമെങ്കിലും പിടിച്ചകത്തിടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വളരെ പരമമായ സത്യം. ഇപ്പൊ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാർ എന്ന ദേവസ്വം ബോർഡും വാസു എന്നിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റും അകത്തുണ്ട് എന്നുള്ള ഒരു സത്യമാണ്. പക്ഷെ ആ കേസിന്റെ പരിസമാപ്തിയായിട്ടില്ല, അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. ആദ്യഘട്ടത്തിൽ ഈ ബോർഡിന്റെയൊക്കെ വീഴ്ച കൊണ്ടാണെന്നുള്ള ഒരു ബോധ്യം ഈ SITക്ക് ബോധ്യമായതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ യഥാർത്ഥ കള്ളന്മാരെ പിടികിട്ടുമ്പോൾ ഇവരുടെ റോൾ എന്തായിരുന്നു എന്ന് തെളിയുമ്പോൾ മാത്രമേ അച്ഛമായ പരമാർത്ഥം നമുക്ക് ബോധ്യമാകുകയുള്ളൂ. ഒരുപക്ഷെ ഈ പാരഡി പാട്ട് പാടിയവരുടെ ആൾക്കാർ തന്നെ ഉള്ളിലേക്ക് പോകുമോ എന്നും നമുക്ക് സംശയിക്കേണ്ടി വരുന്നു. ഇത്തരം ചില പുരോഗതി, ഈ കേസിന്റെ പുരോഗതി, അതിപ്പോ തമിഴ്നാട്ടിലെ ഡിണ്ടികൾ വരെ ഏതോ ഒരു മണി എന്ന് പറയുന്ന ഡി മണി എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര ഇതുപോലെ വിഗ്രഹക്കടത്തുകാരനാണെന്നൊക്കെ പറയപ്പെടുന്ന ഒരാളിൽ എത്തി നിൽക്കുകയാണത്രേ. അപ്പൊ ഈ സംഭവത്തിന്റെ പോക്ക് നമ്മൾ വിചാരിച്ച ലെവലിലൊന്നുമല്ല. അപ്പൊ എവിടെയെല്ലാം എത്തുമെന്ന് നമുക്കറിയില്ല.
കാരണം പോറ്റി കയറിയിറങ്ങാത്ത അധികാര കേന്ദ്രങ്ങളില്ല. സോണിയാഗാന്ധിയുടെ വീട്ടിലോ അല്ലെങ്കിൽ അവരെ പോയി കാണാനോ ഈ പോറ്റിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടൂർ പ്രകാശ് കൂടെ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ കൂടെ പോയിട്ടുണ്ടെങ്കിൽ, മറ്റ് കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവരും ഈ കേരള സമൂഹത്തിനോട് മറുപടി പറഞ്ഞേ പറ്റൂ. അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കോൺഗ്രസിനാവില്ല. ആ പാട്ടൊന്ന് മാറ്റിപ്പാടുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് തോന്നുന്നത്. വീഡിയോ കൂടെ കണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു. ശബരിമലയിലേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മറ്റോ കൊടുത്ത ഒരു ആംബുലൻസിൻ്റെ താക്കോൽ ദാന ചടങ്ങിനെടുത്ത ഒരു വീഡിയോൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് അതിവിദഗ്ധമായി ഈ കോൺഗ്രസ് പാർട്ടിയുടെ ആൾക്കാരായിരിക്കുമല്ലോ, അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളോ അല്ലെങ്കിൽ തൽപര കക്ഷികളോ ഉണ്ടാക്കിയെടുത്ത ഒരു ഫോട്ടോ എടുത്ത് മുഖ്യമന്ത്രിയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ രഹസ്യം പറയുന്നതായിട്ടുള്ള ഒരു ചിത്രം പോലെ പ്രചരിപ്പിച്ച് എന്തുമാത്രം കോലാഹലമാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ രാജ്യത്തുണ്ടാക്കിയത്. നിഷ്കളങ്കരായ വോട്ടർമാരെ പറ്റിച്ച് അവരുടെ വോട്ട് സമ്പാദിച്ച് അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാപഭാരം എത്ര കാലം കഴിഞ്ഞാലും അത് അയ്യപ്പ ഭഗവാൻ വീട്ടാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ശബരിമലയിലേക്ക് കിട്ടിയ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ വേണ്ടി കൊടുത്തൊരു വാഹനത്തിൻ്റെ ചടങ്ങിൽ എനിക്ക് തോന്നുന്നു മട്ടന്നൂർ ശങ്കരൻകുട്ടിയുണ്ട്, പോലീസ് ഓഫീസേഴ്സുണ്ട്, മുഖ്യമന്ത്രിയുടെ PA പ്രദീപ് കുമാറുണ്ട്. അങ്ങനെ എല്ലാവരും നിൽക്കുന്ന ഒരു ചടങ്ങിൽ അദ്ദേഹം ഒരു ഗ്രൂപ്പ് ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് ഈ പോറ്റി നിൽക്കുന്നുണ്ട്. കാരണം ഇത് ഡൊണേറ്റ് ചെയ്ത് പോറ്റിയാണെന്നാണ് ഇത് കണ്ടാൽ നമുക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം കാറിൽ കയറാൻ പോകുമ്പോൾ വഴിയിൽ നിന്നിരുന്ന പോറ്റിയെ മാറ്റിക്കൊണ്ട് ആ കയ്യിൽ തൊടുന്ന ഭാഗം മാത്രം എടുത്തുകൊണ്ട് പ്രചരിപ്പിച്ച ഒരു ഫോട്ടോ ആണ് നമ്മൾ മലയാളികൾ പൊട്ടന്മാർ ഇത് വിശ്വസിക്കുകയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിണറായി വിജയനും തമ്മിൽ വലിയ കാലത്തെ പരിചയമുള്ളവരാണെന്നും ഈ സ്വർണ്ണക്കൊള്ളയുമായി ഈ മുഖ്യമന്ത്രിക്ക് വലിയ ബന്ധമുണ്ടെന്നുള്ള തരത്തിൽ പ്രചരിപ്പിച്ചത്. ഇപ്പോൾ മനസ്സിലായില്ലേ? ആടിനെ പട്ടിയാക്കുന്നതും പട്ടിയെ പെപ്പിട്ടിയാക്കുന്നതും പിന്നെ തല്ലിക്കൊല്ലുന്നതും എങ്ങനെയാണെന്ന്. ഇതാണ് അതിൻ്റെ സത്യം.